സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് തന്നെ ലളിതമായ വിവാഹം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു സന്ധ്യ. തന്റെ പക്കലേക്ക് ആലോചനയുമായി എത്തുന്നവരോടെല്ലാം സന്ധ്യ പറഞ്ഞിരുന്നത്, എനിക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല, സമ്പാദ്യവുമില്ല, ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ രീതിയിൽ ഒരു വിവാഹം, അതിന് സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് ഈ വിവാഹബന്ധം മുന്നോട്ടു പോകാമെന്നായിരുന്നു. പക്ഷേ ലാളിത്യം കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല, നിലവിൽ സന്ധ്യ കഴിച്ചിട്ടുള്ളത് 6 വിവാഹങ്ങളാണ്. എന്നാൽ ഈ വിവാഹങ്ങൾക്കെല്ലാം ദിവസങ്ങളുടെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പരാജയപ്പെട്ട 6 വിവാഹബന്ധങ്ങൾക്ക് ശേഷം തമിഴ്നാട് സ്വദേശിയായ ധനപാലൻ എന്ന യുവാവുമായി 7ാമത്തെ ഒരു വിവാഹബന്ധം കൂടി സന്ധ്യയുടെ അടുക്കലേക്കെത്തി. എന്നാൽ നാണക്കേട് കൊണ്ടാണോ എന്നറിയില്ല, ധനപാലനോട് സന്ധ്യ തന്റെ ആദ്യ വിവാഹമാണ് ഇത് എന്നാണ് പറഞ്ഞത്. സന്ധ്യയെ കണ്ടപാടെ ധനപാലൻ ഇഷ്ടമായതോടെ മറുത്തൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ വിവാഹത്തിന് അദ്ദേഹം സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു. സന്ധ്യയ്ക്കായുള്ള വിവാഹ ആഭരണങ്ങളെല്ലാം വാങ്ങി നൽകിയത് ധനപാലൻ തന്നെയായിരുന്നു. കൂടാതെ വിവാഹശേഷം ബ്രോക്കറിന് കമ്മീഷൻ ഇനത്തിൽ 1.5 ലക്ഷം രൂപ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാഹശേഷമാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. വിവാഹം കഴിഞ്ഞ 3-ാം ദിവസം മുതൽ ഭാര്യയെ കാണുന്നില്ല. ഒടുവിൽ ആ ഞെട്ടിക്കുന്ന സത്യം ധനപാലൻ മനസ്സിലാക്കുകയും ചെയ്തു. അലമാറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും മറ്റ് പണവും അടക്കം എല്ലാം അടിച്ചുമാറ്റിയാണ് ഭാര്യ സന്ധ്യ മുങ്ങിയിരിക്കുന്നത്. സന്ധ്യയുടെ തട്ടിപ്പ് ബോധ്യമായതോടെ ധനപാലൻ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് യാദൃശ്ചികമായി ധനപാലന്റെ സുഹൃത്തിന് ഒരു വിവാഹാലോചന വരുന്നത്. സുഹൃത്ത് ഭാവി വധുവിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ധനപാലൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. തന്റെ സ്വർണവും പണമായി മുങ്ങിയ അതേ സന്ധ്യ തന്നെ. അങ്ങനെ ഫോട്ടോ ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം ഈ വിവാഹ തട്ടിപ്പ് സംഘത്തെ കെണിയിലാക്കാൻ തന്നെ യുവാവ് പദ്ധതിയിടുകയായിരുന്നു. വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് അറിയിച്ചാണ് തട്ടിപ്പ് സംഘത്തെ ധനപാലും കൂട്ടരും വിളിച്ചു വരുത്തിയത്. തുടർന്ന് വിവാഹം ഉറപ്പിക്കുകയും കഴിഞ്ഞ ദിവസം സന്ധ്യ അടക്കം 4 പേർ വിവാഹത്തിനായി വരികയും ചെയ്തു. നവവധുവായ സന്ധ്യ അടക്കം 4 പേരും കാറിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ധനപാലും കൂട്ടരും ഇവരെ പിടികൂടുകയായിരുന്നു. തുടർന്ന് 4 പേരെയും പോലീസിന് കൈമാറുകയും ചെയ്തു. പിടിയിലായ സന്ധ്യ നിലവിൽ 7-ലധികം വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കളെന്ന വ്യാജേന ചിലരെ സംഘടിപ്പിച്ചെത്തി യുവാക്കളെ വിവാഹം കഴിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ വരന്റെ വീട്ടിൽ നിന്ന് പണവും ആഭരണങ്ങളുമായി മുങ്ങുകയും ചെയ്യുന്നതായിരുന്നു യുവതിയുടെ രീതി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.